നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരൂർ മത്സ്യ മാർക്കറ്റിലേക്ക് മത്സ്യം കയറ്റി വന്ന ലോറി തലകീഴായി മറിഞ്ഞ അപകടം. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ.പി. രമേഷ് കുമാർ തിരൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സന്ദർശനം നടത്തി. തിരുനാവായ കർക്കിടക വാവ് അവലോകന യോഗം ചേർന്നു. നിപ്പ 16 പേരുടെ ഫലം നെഗറ്റീവാണെന്ന് മന്ത്രി വീണ ജോർജ്. നിപ്പ വൈറസ് ബാധിച്ച് വിദ്യാർത്ഥി മരിക്കാനിടയായ സാഹചര്യത്തിൽ കേന്ദ്ര സംഘം ജില്ലയിലെത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മലപ്പുറം ജില്ലയിൽ പെയ്തത് 34.12 മില്ലിമീറ്റർ മഴ. വിശദമായ വാർത്തകൾ. തിരൂർ മത്സ്യ മാർക്കറ്റിലേക്ക് മത്സ്യം കയറ്റി വന്ന ലോറി തലകീഴായി മറിഞ്ഞു. വൈലത്തൂർ വരമ്പനാലയിലാണ് അപകടം നടന്നത്. ലോറിയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ തിരൂർ ഫയർഫോഴ്സ് ടീം സാഹസികമായി രക്ഷപ്പെടുത്തി. തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർ വേലുവിനെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 3:30-യോടെയാണ് സംഭവം. നാഗപട്ടണത്തിൽ നിന്നും തിരൂർ മത്സ്യ മാർക്കറ്റിലേക്ക് മത്സ്യവുമായി വന്ന ലോറിയാണ് വരമ്പനാലയിൽ വെച്ച് തലകീഴായി സമീപത്തെ പാടത്തേക്ക് മറിഞ്ഞത്. സംഭവം യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ തിരൂർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. 2 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെടുത്തത്. என்னண்ணாச்சு? ഗുരുതരമായി പരിക്കേറ്റ തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർ വേലുവിനെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ ബിജു, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി.പി. ഗിരീശൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ നസീർ, വിവേക്, സന്ദീപ്, ജിഷ്ണു തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിൽ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ.പി. രമേഷ് കുമാർ തിരൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സന്ദർശനം നടത്തി. 2ാം ദിവസവും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് ഡി സ്കൂളിലെത്തിയത്. വിദ്യാർത്ഥികളുമായി സംസാരിച്ച ശേഷം സ്കൂളിലെ 3 വിഭാഗം മേധാവികളോടൊപ്പം വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ചു. സ്കൂളിലുണ്ടായ സംഭവം വളരെ ദൗർഭാഗ്യകരവും ഗൌരവമുള്ളതാണെന്നും കുട്ടികളുടെ സുരക്ഷ പ്രധാനമാണെന്നും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും കെ.പി. രമേഷ് കുമാർ പറഞ്ഞു. വിദ്യാലയത്തിലെ എല്ലാ ഭാഗവും കൃത്യമായിട്ട് 3 വിഭാഗം മേധാവികളുമായിട്ട് ചേർന്നുകൊണ്ട് പരിശോധിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി ഏറ്റവും മികച്ച രീതിയിലാണ് ഈ വിദ്യാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നടന്ന ഒരു സംഭവം, ഒരു കുഞ്ഞിൻ്റെ, പ്രത്യേകിച്ചും ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ചോറ്റുപാത്രത്തിലേക്ക് മുകളിൽ നിന്ന് തേരട്ട വീണതുമായി ഉണ്ടായിട്ടുള്ള ഒരു സംഭവം വളരെ ദൗർഭാഗ്യകരമാണ്. വളരെ ഗൗരവത്തോടു കൂടിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് അത് കാണുന്നത്.
കാരണം ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിദ്യാലയത്തിൽ ഒരുക്കണം. കുട്ടികളുടെ സുരക്ഷയ്ക്ക് യാതൊരു തരത്തിലുമുള്ള വിഘാതം ഉണ്ടാകരുത് എന്ന് ഡിപ്പാർട്ട്മെൻറ്റ് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ വിഭാഗം മേധാവികൾക്കും നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഏതായാലും ഈ അടിയന്തര സാഹചര്യത്തിൽ വിദ്യാലയത്തിന് കുറേ നിർദ്ദേശങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് പുഴുശല്യമുള്ള ക്ലാസ് മുറികൾ ഇനിയുള്ള 2-3 ദിവസം അടച്ചിടുകയും അവിടെ ലഘുവായ കീടനാശിനികൾ, കുട്ടികൾക്ക് അപകടകരമല്ലാത്ത കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മുറികളിലുള്ള പുഴു ഇഴജന്തു ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ള നിർദ്ദേശമാണ് ആദ്യം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡയറ്റുമായി അതിരിടുന്ന ഭാഗത്ത് അവിടെ നിന്ന് ക്ഷുദ്രജീവികളൊന്നും സ്കൂളിലേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നെറ്റ് സ്ഥാപിക്കാൻ PTA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളും PTA അടിയന്തരമായി ചെയ്യും. അതോടൊപ്പം കുട്ടികൾക്ക് ടോയ്ലറ്റുകളുടെ എണ്ണത്തിൽ ഉള്ള കുറവ് അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗം 3 വിഭാഗം മേധാവികളും നിലവിൽ കുട്ടികൾ ഈ സ്കൂളിൽ ലഭ്യമായിട്ടുള്ള ടോയ്ലറ്റുകൾ കുട്ടികൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു ക്രമീകരണം പരസ്പരം ഉണ്ടാക്കുകയും ആ ടോയ്ലറ്റുകൾ അവനവൻ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ ശുചിയായി സൂക്ഷിക്കുക എന്നൊരു പൗരധർമ്മത്തിൻ്റെ രീതിയിൽ തന്നെ അത് വൃത്തികേടാവാതിരിക്കാനുള്ള നടപടികൾ ഉപയോഗിക്കുന്നവരും അതോടൊപ്പം സ്കൂളിലെ ശുചീകരണ ജീവനക്കാരും ഉറപ്പുവരുത്തും. ആ കാര്യത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ PTA ചെയ്തു കൊടുക്കും. അതോടൊപ്പം തന്നെ ഡയറ്റ് കോമ്പൗണ്ടിൽ നിന്ന് സ്കൂളിൻ്റെ ഭാഗത്തേക്ക് ചാഞ്ഞു കിടക്കുന്ന മരച്ചില്ലകൾ RRTF ടീമിനെ കൊണ്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ വെട്ടി നീക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഇപ്പോൾ നിലവിലുള്ള ഇത്തരത്തിൽ പുഴുശല്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ക്ലാസ് മുറികൾ 2 ദിവസം അടച്ചിടുകയും അതുവരെ താൽക്കാലികമായി ഈ സ്കൂളിൽ എങ്ങനെയാണ് അധ്യയനം കുട്ടികൾക്ക് പുനഃക്രമീകരിക്കാവുന്നത്, ആവശ്യമെങ്കിൽ ചെറിയ ഒരു സെഷണൽ സമ്പ്രദായം 2 ദിവസം അങ്ങനെ ക്രമീകരിക്കണമെങ്കിൽ ആ രീതിയിൽ ചെയ്യുന്നതിനുള്ള ആലോചന നടത്താൻ PTA അതുപോലെ അധ്യാപകർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2ാം ദിവസവും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നടക്കുന്നതിനിടെയായിരുന്നു ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ KP രമേഷ് കുമാർ സ്കൂൾ സന്ദർശിച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന സംഭവവും നിലവിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും വിദ്യാർത്ഥികൾ DDക്ക് മുന്നിൽ അവതരിപ്പിച്ചു. സ്കൂളിലെ 3 വിഭാഗം മേധാവികൾക്കൊപ്പം സ്കൂൾ സന്ദർശിക്കുകയും നിലവിലെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. സ്കൂളിലുണ്ടായ സംഭവങ്ങൾ വളരെ ദൗർഭാഗ്യകരവും ഗൗരവമേറിയതുമാണ്. പുഴുശല്യമുള്ള ക്ലാസ് മുറികൾ 2 ദിവസം അടച്ചിടാനും വിദ്യാർത്ഥികൾക്ക് ദോഷകരമല്ലാത്ത ലഘുവായ കീടനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കാനും നിർദ്ദേശം നൽകിയതായും KP രമേഷ് കുമാർ പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. തിരുനാവായ കർക്കിടക വാവിന്റെ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ തിരുനാവായ നവമുകുന്ദ ക്ഷേത്ര സത്ര ഹാളിൽ വിവിധ വകുപ്പുകളുടെ അവലോകന യോഗം ചേർന്നു. തിരൂർ തഹസിൽദാർ S. ഷീജയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഓഗസ്റ്റ് 3 പുലർച്ചെ 2 മുതലാണ് ബലിതർപ്പണം. ഓഗസ്റ്റ് 3 പുലർച്ചെ 2 മുതലാണ് ബലിതർപ്പണം. ക്ഷേത്രക്കടവിൽ ബലിതർപ്പണം നടത്തുന്നതിന് ഒട്ടേറെ പേരാണെത്തുക. പോലീസ്, അഗ്നിരക്ഷാ സേനാ വിഭാഗം, ദേവസ്വം വോളണ്ടിയർമാർ, സേവാഭാരതി പ്രവർത്തകർ, മെഡിക്കൽ സംഘം, മുങ്ങൽ വിദഗ്ധർ, വൈദ്യുതി വകുപ്പ് ജീവനക്കാർ എന്നിവർ സേവനത്തിനുണ്ടാകും. കൊടക്കൽ താഴം മൈതാനം, നവാമുകുന്ദ സ്കൂൾ മൈതാനം, നിള ഓഡിറ്റോറിയം മൈതാനം എന്നിവിടങ്ങളിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതിന് സൗകര്യമൊരുക്കും. സുരക്ഷയ്ക്കായി ക്ഷേത്രത്തിനും ചുറ്റിലും റോഡരികിലുമെല്ലാം CCTV ക്യാമറകൾ സ്ഥാപിക്കും. ആരോഗ്യവകുപ്പിന്റെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. മഴയും വെയിലും ഏൽക്കാതെ ദർപ്പണം നടത്തുന്നതിന് പന്തൽ സംവിധാനവും ഒരുക്കും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രത്യേക പരിശോധനയും ഉണ്ടാകും. 17 കർമ്മികളുടെ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണം നടക്കുക. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ചുക്കുകാപ്പി വിതരണവും കോയമ്പത്തൂർ ഭക്തരുടെ വക സൗജന്യ പ്രഭാത ഭക്ഷണവും ഉണ്ടാകും. ക്ഷേത്രത്തിലെ കൗണ്ടറിൽ ബലിരശീതികൾ വെള്ളിയാഴ്ച മുതൽ വിതരണം ചെയ്യും. വാവൊരിക്കൽ ദിവസം ഗാന്ധി സ്മാരക പരിസരം, പടിഞ്ഞാറെ ആൽത്തറ പരിസരം എന്നിവിടങ്ങളിൽ സ്പെഷ്യൽ കൗണ്ടറുകൾ തുറക്കും. ബലിഷീറ്റ് എടുത്ത് പടിഞ്ഞാറെ നടയിലൂടെ വന്ന് ബലികർമ്മങ്ങൾ നടത്തി ക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തി കിഴക്കേ നടയിലൂടെയാണ് വിശ്വാസികൾ തിരിച്ചു പോകേണ്ടത്. തിരൂർ DYSP ബിജു, CI KK ജിനേഷ്, എക്സിക്യൂട്ടീവ് ഓഫീസർ K പരമേശ്വരൻ ആദവനാട്, തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് KT മുസ്തഫ, സെക്രട്ടറി സന്തോഷ് കുമാർ, PT മുഹമ്മദ്, HI ഷറഫുദ്ദീൻ, CP മുഹമ്മദ്, വാർഡംഗം സോളമൻ കളരിക്കൽ, PT സുഷകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരുനാവായ. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന 16 സ്രവ പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണെന്ന് സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. എല്ലാവരും ലോ റിസ്ക് വിഭാഗത്തിലുള്ളവരാണ്. ഇതുവരെയായി ആകെ 58 സാമ്പിളുകളാണ് നെഗറ്റീവായത്. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വൈകിട്ട് ചേർന്ന നിപ്പ അവലോകന യോഗത്തിൽ ആരോഗ്യമന്ത്രി ഓൺലൈനായി പങ്കെടുത്തു. ആകെ 21 പേരാണ് ഇപ്പോൾ മഞ്ചേരി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലായി അഡ്മിഷനിലുള്ളത്. ഇവരിൽ 17 പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരാണ്. ഇന്ന് പുതുതായി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 12 പേരെയാണ്. ഇവരെല്ലാവരും സെക്കൻഡറി കോണ്ടാക്ട് ആണ്. ഇതോടെ
ആകെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം 472ആയി. 220 പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത്. ഇന്ന് പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിലായി 8376 വീടുകളിൽ പനി സർവേ നടത്തി. ആകെ 26,431 വീടുകളിലാണ് ഇതുവരെ സർവേ നടത്തിയത്. നാളെയോടെ എല്ലാ വീടുകളിലും സർവേ പൂർത്തിയാക്കാനാവും. 224 പേർക്ക് ഇന്ന് മാനസിക പിന്തുണയ്ക്കായി കൗൺസിലിംഗ് നൽകിയിട്ടുണ്ട്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ പോലീസ് മേധാവി S ശശിധരൻ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക, നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ പ്രതിനിധികൾ തുടങ്ങിയവരും ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ നമദേവ് കോബർഗഡെ ഓൺലൈനായും പങ്കെടുത്തു. വെട്ടം ന്യൂസ്, മലപ്പുറം. നിപ്പ വൈറസ് ബാധിച്ച് വിദ്യാർത്ഥി മരിക്കാനിടയായ സാഹചര്യത്തിൽ കേന്ദ്ര സംഘം ജില്ലയിലെത്തി. ഡിസീസ് കൺട്രോൾ സെന്ററിലെ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഡോക്ടർ അനന്തേഷ്, ഡോക്ടർ ജിതേഷ്, പകർച്ചവ്യാധി വിദഗ്ധൻ ഡോക്ടർ ഹാനുൽ തുക്രാൽ, വൈൽഡ് ലൈഫ് ഓഫീസർ ഡോക്ടർ ഗജേന്ദ്ര എന്നിവരാണ് സംഘത്തിലുള്ളത്. നിപ്പ ബാധിതനായി മരിച്ച വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തിയ സംഘം മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും കണ്ടു. ബുധനാഴ്ച രാവിലെ ജില്ലയിൽ പ്രത്യേകം സജ്ജമാക്കിയ നിപ്പ കൺട്രോൾ റൂം സന്ദർശിച്ച ശേഷം ജില്ലാ കളക്ടർ VR വിനോദ്, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, ഡെപ്യൂട്ടി ഡയറക്ടർമാരായ ഡോക്ടർ നന്ദകുമാർ, ഡോക്ടർ റീത്ത, DMO ഡോക്ടർ R രേണുക, ഡെപ്യൂട്ടി DMO ന്യൂന മർജ, DPM ഡോക്ടർ അനൂപ്, സർവൈലൻസ് ഓഫീസർ ഡോക്ടർ ഷുബീൻ, CPM എന്നിവരുമായി ചർച്ച നടത്തി. തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ സംഘം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡും പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രവും സന്ദർശിച്ചു. നിപ്പ ബാധിതനായി മരിച്ച വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തിയ സംഘം മാതാപിതാക്കളെയും ബന്ധുക്കളെയും കണ്ടു. വൈകിട്ട് കളക്ടറേറ്റിൽ നടന്ന നിപ്പ അവലോകന യോഗത്തിലും സംഘങ്ങൾ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, മലപ്പുറം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മലപ്പുറം ജില്ലയിൽ പെയ്തത് 34.12 മില്ലിമീറ്റർ മഴ. ബുധനാഴ്ച രാവിലെ 8 മുതൽ വ്യാഴാഴ്ച രാവിലെ 8 മണി വരെയുള്ള കണക്കാണിത്. ജില്ലയിലെ എല്ലാ താലൂക്ക് പരിധികളിലും ബുധനാഴ്ച പകൽ ഭേദപ്പെട്ട മഴ ലഭിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്കുണ്ടായ കാറ്റിലും മഴയിലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കാറ്റിൽ മരം വീണ് വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. പെരിന്തൽമണ്ണ താലൂക്കിൽ 9, തിരൂർ താലൂക്കിൽ 1 അടക്കം 10 ഭാഗിക ഭവനനാശ കേസുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ച നിലമ്പൂർ താലൂക്ക് പോത്തുകല്ല് വില്ലേജിലെ നാരകപ്പൊയിൽ നഗറിലെ 7 കുടുംബങ്ങളിൽപ്പെട്ട 28 പേർ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ തുടരുന്നുണ്ട്. വെട്ടം ന്യൂസ്, മലപ്പുറം. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.